ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ കുംഭൻ രാശി അല്ലെങ്കിൽ കുംഭക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കുംഭൻ രാശിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ജന്മശനിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജന്മശനി കൂടാതെ കണ്ടകശനി, ഏഴരശനി ഇപ്പോൾ നിലവിലുണ്ട്. 2-ൽ രാഹുവാണ്, 3-ൽ വ്യാഴം, 8-ൽ കേതു, 11-ൽ സൂര്യനും 11-ൽ ചൊവ്വയും ബുധനും, 12-ൽ സൂര്യനും 11-ൽ ചൊവ്വയും ശുക്രനും, 12-ൽ സൂര്യനും ബുധനും. ഇതാണ് ഗ്രഹസ്ഥിതികൾ കാണുന്നത്. അത് കാരണം തന്നെ ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ കുറച്ച് ദോഷാധിക്യമാണ്. അതായത് മാസത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കുകയാണെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജന്മശനിയോടുകൂടി ജന്മസൂര്യനും കൂടി വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഇടപാടുകളിലെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഗവൺമെൻറ് തൊഴിലിൽ നിൽക്കുന്നവർക്കെല്ലാം കയ്യബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യതയും മാനഹാനി സംഭവിക്കാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം മാനഹാനി സംഭവിക്കാനും വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കടത്തെ പറ്റിയുള്ള വാക്കുതർക്കങ്ങളും മാനസിക തകർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഫെബ്രുവരി മാസം എന്നാണ് പറയാം. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി നടക്കണം എന്നുള്ളത് പറയുന്നത്. പരിഹാര മാർഗങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ നടത്തുകയും അതുപോലെ തന്നെ ശാസ്താ ഭജനം നാമങ്ങൾ ഉരുകൊടുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ആവുന്ന വിധത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ നടത്തുവാൻ ചെയ്യണം. ത്രികാല പൂജ, ഒരു ദിവസത്തെ ഒരു പൂജ എന്നിവ, അല്ലെങ്കിൽ മഞ്ഞപ്പെട്ട്, തുളസിമാല, പാൽപ്പായസം എന്നിവയൊക്കെ നടത്തുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള കുറച്ചൊക്കെ ദോഷങ്ങളുണ്ട്. ദോഷ സമയങ്ങളാണ് കാണുന്നത്. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകളും ആസ്പത്രിവാസം വരുവാനും ചിലപ്പോൾ അഡ്മിറ്റ് ആകാനുള്ള സാധ്യതയെല്ലാം രോഗാധിക്യത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ മാനഹാനികൾ, വഴക്കുകൾ, കലഹങ്ങൾ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി തെറ്റിപ്പിരിയാനുള്ള സാധ്യതയും കൂട്ടുകാരന്മാരിൽ നിന്നും മോശമായിട്ടുള്ള പെരുമാറ്റ രീതികളും എല്ലാം കാണുന്നുണ്ട്. ഭാര്യ ഭർത്ത കലഹങ്ങളെല്ലാം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള സൗകര്യക്കേടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാരണം മാനസികപരമായിട്ട് തകർച്ച വരുവാനുള്ള സാധ്യതയുണ്ട്. ഭവന നിർമ്മാണം, മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ള പാഴ്ചെലവും കാര്യ തടസ്സങ്ങളെല്ലാം വരുന്നു ചേരുവാനുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് സാധ്യതകളുണ്ട്. ഭൂമി വിൽക്കുവാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഉദ്ദിഷ്ട വില കിട്ടുവാൻ സാധ്യത കുറവാണ്. അത് കാരണം ഉദ്ദിഷ്ട വില കിട്ടുവാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിയും അത് വിറ്റുപോയി കടബാധ്യതകളെല്ലാം വീട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളത്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അത്ര ഗുണകരമല്ലാത്ത ഒരു സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകളും സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ദോഷകാലമാണ്. മഹാമൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ നടത്തി വരുന്നത് മൂലം കുറേ ദോഷങ്ങൾ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കാൻ ബുദ്ധിമുട്ടുകളാണ് കാണുന്നത്. വിദേശ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടോ തൊഴിലിൽ ധനം ഇറക്കരുത് എന്നാണ് പറയാനുള്ളത്. ധനം ഇറക്കി കഴിഞ്ഞാൽ അത് പാഴ് നഷ്ടമായിട്ട് വരും. അതുപോലെ തന്നെ കടത്തിൽ പോയി പെടാതിരിക്കുവാൻ ഉള്ള സാധ്യതകൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നത്. കടബാധ്യതയും രോഗാധിക്യവും രണ്ടും ഒരുമിച്ച് വരുന്ന കാലഘട്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് കാരണം വരയ്ക്കണം. കേസ് വഴക്കുകളിലെല്ലാം പരാജയങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അയൽക്കാരുമായി തർക്കവിഷയങ്ങൾ വരുവാനുള്ള സാധ്യതയും ചിലപ്പോൾ അതിർത്തി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകുവാൻ ശ്രമിച്ചിരിക്കുന്നവർക്കെല്ലാം ധനനഷ്ടവും മാനഹാനിയും അതുപോലെ തന്നെ തൊഴിൽ നഷ്ടങ്ങളും വരുവാനുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും മാറ്റം വരുത്താതെ ശ്രദ്ധയോടുകൂടി നിൽക്കണം. ചിലപ്പോൾ മനസ്സിന് തോന്നും ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും മാറി വേറെ ഏതെങ്കിലും തൊഴിൽ നോക്കണം എന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങും. പക്ഷേ അതിന് ഇടം കൊടുക്കാതെ ഉള്ള തൊഴിലിൽ ഉള്ള വരുമാനത്തിൽ കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ കുറേയേറെ ആശ്വാസങ്ങളുണ്ടാവും. ഒരു പരീക്ഷണത്തിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. പരീക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞാൽ അബദ്ധങ്ങൾ വന്ന് പെടുവാനും ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായി ജോലി എടുക്കുന്നവർക്കെല്ലാം സ്ഥാനഭ്രംശങ്ങൾ ചിലപ്പോൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ വല്ല സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പോലീസ് അധികാരികളും മേലധികാരികളും പോലീസ് ജോലി ചെയ്യുന്നവർക്കെല്ലാം
മേലുദ്യോഗസ്ഥന്മാരുടെ സഹായങ്ങളും മറ്റുള്ളതും കേസന്വേഷണങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു ലെവലുകളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ സംബന്ധമായിട്ടുള്ള വക്കീലന്മാരും അതുപോലെ തന്നെ അഡ്വക്കേറ്റുകാർക്കെല്ലാം സമയദോഷങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടിരിക്കുന്ന മെഡിക്കൽ സർജന്മാർക്കെല്ലാം ചിലപ്പോൾ കയ്യബദ്ധം പറ്റി അത് ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയെല്ലാം കുറച്ച് കാണുന്നുണ്ട്. അത് കാരണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് ആയാലും മെഡിക്കൽ സംബന്ധമായിട്ട് ഡോക്ടേഴ്സ് സംബന്ധമായിട്ട് നഴ്സ് സംബന്ധമായിട്ട് മരുന്ന് മാറ്റി എഴുതുവാനും ചിലപ്പോൾ മരുന്ന് മാറ്റി ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ പറയുന്നത്. അത് കാരണം കുറേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പരിഹാരമാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ശനിയാഴ്ച തോറും ഭഗവാൻ അതായത് ശാസ്താവിന് അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് നീരാഞ്ജനം പറയാൻ പറ്റുകയാണെങ്കിൽ 7 പായസം കൂടി നടത്തുന്നത് ഉചിതമായിരിക്കും. ശാസ്താഭജനം, മഹാവിഷ്ണു പ്രീതി, അതുപോലെ തന്നെ നക്ഷത്രവശാലുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഭഗവതി സേവ ചൊവ്വാഴ്ച ദിവസം, ചതയ നക്ഷത്രക്കാർക്ക് നാഗത്തിങ്കൽ 100 പാലും, പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട്, തുളസിമാല, നിവേദ്യം, പാൽപ്പായസം അല്ലെങ്കിൽ തിരുമധുരം ഇത് നടത്തുന്നത് മൂലം കുറേയേറെ ദോഷ ഫലങ്ങൾ കുറഞ്ഞു കിട്ടും. നമസ്കാരം.